ഇതാണ് നമ്മുടെ 5 ഏക്കർ കാവും തോട്ടം കേട്ടോ. നല്ല കാവും തോട്ടം. ഇതിൽ 150 തെങ്ങാണുള്ളത്, ബാക്കി ഫുള്ള് കവുങ്ങാണ്. 18 ലക്ഷം രൂപക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് പാട്ടം കൊടുത്തത് അല്ലേ. നല്ല നോട്ടമുള്ള തോട്ടാണ് കേട്ടോ. ഇംഗ്ലീഷ് വളം ഇതിൽ ഉപയോഗിക്കില്ല. അത്ര ഇത് കൃഷിന്റെ രൂപങ്ങൾ അറിയുന്ന ആളാണ്. ഇതൊക്കെ ഇത് കനാൽ വെള്ളമാണ് കേട്ടോ. കനാൽ വെള്ളം ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി കിണറുണ്ട്. ഫുള്ള് തോട്ടം അങ്ങനെ കിടക്കുകയാണ്. തെങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ തെങ്ങിലുള്ള കായൊക്കെ 150 തെങ്ങാണ് വെച്ചാലും നല്ല കായുള്ള തെങ്ങുകളാണ് കണ്ടോ. എല്ലാ ഭാഗത്തും ഇങ്ങനെ കനാല് വെള്ളം പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കണ്ടോ. അതൊരു മോട്ടോർ പെരയാണ് കണ്ടോ. നല്ല വരുമാനം കിട്ടുന്ന തോട്ടാണ് കേട്ടോ. ഇത് വീടുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു തോട്ടാണ്. സാധാരണ ഒരു കാങ്ങും തോട്ടത്തിന്റെ ലെവലല്ല ഇതിനുള്ളത്. നല്ല മതിപ്പുള്ള ഏരിയ, നല്ല വിലയുള്ള ഏരിയയാണ്. എല്ലാ വണ്ടിയും ഉള്ളിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. നല്ല കായുള്ള തെങ്ങുകളാണ്. 150 തെങ്ങ് പറഞ്ഞാൽ ഒരു 10-400 തെങ്ങിൻ്റെ സാധാ തെങ്ങ് കിട്ടുന്ന അനുഭവം ഇതുമ്മ കിട്ടും. നല്ല കൊത്തുങ്കളിയുള്ള നല്ല ഉണ്ടോ വളം ഇടുന്ന നല്ല തോട്ടാണ്. ഇംഗ്ലീഷ് വളം എല്ലാത്തിനും ഉപയോഗിക്കുക. ആട്ടുംകാട്ടം അതേമാതിരിയുള്ള വളങ്ങളാണ് ഉപയോഗിക്കുക. കണ്ടോ, എല്ലാ തോട്ടത്തിനും നല്ല നോട്ടമുള്ള തോട്ടാണ്. വെള്ളമുണ്ട്, സൗകര്യമുണ്ട്. പിന്നെ ജാതി മര്യാദയൊക്കെ ഉണ്ട് കണ്ടോ. ഉള്ളതിനൊക്കെ നല്ല ജാതി ഉണ്ട്. അതൊക്കെ ജാതിക്കാണ്. നല്ല കായ്ച്ചിട്ടുണ്ട് ജാതിക്ക. എല്ലാ മരത്തുമേയുണ്ട്. വലിയ കവുങ്ങളുടെ അടിയിൽ കൂടെ ചെറു സൈസ് കിഴങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കൊല്ലം 2 കൊല്ലം ആകുമ്പോഴത്തേനും അതും കായ തുടങ്ങും. ഇതുണ്ടോ, നമ്മളെ വണ്ടിയൊക്കെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. തോട്ടത്തിൻ്റെ ഉള്ളിലാണ്. ഇതാണ്ടോ, ഇതൊക്കെ വീടുകളുടെ നടുവിലാണെന്ന് പറയാൻ കാരണം ഇതാണ്ടോ, വീടുകളാണ്, നിറയെ വീടുകളാണല്ലോ. ഇതാണ്ടോ, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, കനാല് വെള്ളമാണ്. ഇതിലേക്ക് കനാല് വെള്ളം തിരിച്ചു വിട്ടിരിക്കുകയാണ് തോട്ടത്തിൻ്റെ പവറിന് വേണ്ടിയിട്ട്. കണ്ടോ, നല്ല കൂളിങ്ങുള്ള ഏരിയയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഗേറ്റ്. കണ്ടോ, ഇവിടുന്ന് അങ്ങ് നമ്മളെ സ്ഥലത്തിൻ്റെ തുടക്കം. ഇതാണ്ടോ, നമ്മളെ വണ്ടി ഉള്ളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കാണുന്നത്. കണ്ടോ, ഈ വീടുകളുള്ള ഏരിയയാണ്.
വീടുകളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. റോഡ് ഇതാ ഈ കാണുന്നതാണ്. കണ്ടോ, ഇവിടെ പുതിയ തറ വന്ന് നിൽക്കുകയാണ്. കണ്ടോ, വീടുകളുള്ള ഏരിയയാണ് കേട്ടോ. ഈ സൈഡിലും അതേപോലെ വീടുകളുണ്ട്. ഇനി ഞാൻ വഴി കാണിച്ചു തരാം. ഇത് വേറൊരു വീടിൻ്റെ മതിലാണ്. ഇതാണ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പോകണം, 5 ഏക്കർ തോട്ടത്തിൽ നിന്ന് പോകണം കേട്ടോ. നിറയെ വീടുകളുള്ള ഏരിയയാണ്. റോഡ് ഇതാ 10 അടി പോയ റോഡാണ്. 14 അടി വീതിയുള്ള റോഡാണ് കേട്ടോ. ഇതാ കാറ് പോണത് ബസ് റൂട്ടാണ്. ഇതാണ് മക്കളെ, ഇത് നല്ല അടിപൊളി ടാറിട്ട റോഡ്. ഇതാണ് എത്തി. ഇതാണ്ടോ, അത് ആയുർവേദിക് ഹോസ്പിറ്റലാണ്. ഡോക്ടർ കണ്ടോ. ഇത് അൽ മദ്രസത്തുൽ ഇബ്തിദായിയ. നല്ല അടിപൊളി ബസ് റൂട്ടാണ്. ഇത്ര അടുത്താണ്. സെന്റിന് 2-2.5 ലക്ഷം രൂപയ്ക്ക് വിലയുള്ള ഏരിയയാണ് കേട്ടോ. അവിടുന്ന് ഒരു 10 അടി കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ കവുങ്ങിൻ തോട്ടം ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു റേറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആവശ്യമുള്ളവർ വിളിക്കും. ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പള്ളിക്കുറുപ്പിന്റെ പരിസരമാണ് കേട്ടോ.